കുട്ടികളെ നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രിയുടെ 7ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചെറിയൊരു ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് ബാറ്ററീസ്. ബാറ്ററീസ് മീൻസ് ദി അറേഞ്ച്മെന്റ് ഓഫ് വൺ ഓർ മോർ ഗാൽവാനിക് സെൽസ് കണക്റ്റഡ് ഇൻ സീരീസ്. അതായത് ഒന്നോ അതിലധികമോ ഗാൽവാനിക് സെല്ലുകളെ ഒരു സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു അറേഞ്ച്മെന്റിനെയാണ് ബാറ്ററീസ് എന്ന് വിളിക്കുന്നത്. And there are two types of batteries: primary battery or primary cell and secondary battery or secondary cell. Primary battery means the cell becomes dead after use over a period of time. അതായത് ഒരു പീരീഡ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാറ്ററി ഡെഡ് ആയി പോകും. സോ ഇറ്റ് കനോട്ട് ബി റീചാർജ് ഓർ റീയൂസ്ഡ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് നോക്കി, ഡ്രൈ സെൽ, മെർക്കുറി സെൽ എക്സെട്ര. എന്നാൽ സെക്കൻഡറി സെൽ ഓർ സെക്കൻഡറി ബാറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സെൽ ക്യാൻ ബി റീചാർജ് ബൈ പാസിംഗ് ഇലക്ട്രിക് കറന്റ്. ഓക്കെ, നമ്മളിവിടെ ആദ്യം പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. സോ ഇറ്റ് ക്യാൻ ബി യൂസ് അഗെയിൻ ആൻഡ് അഗെയിൻ. ആൻഡ് ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾസ് ആർ ലെഡ് സ്റ്റോറേജ് ബാറ്ററി, ഫ്യൂവൽ സെൽ, നിക്കൽ കാഡ്മിയം സെൽ എക്സെട്ര. ഇപ്പോൾ വളരെ കുറച്ച് പോയിന്റ്സേ ഉള്ളൂ. ബട്ട് എക്സാമിന് മിക്കപ്പോഴും ഒക്കെ ചോദിക്കുന്ന വളരെ ഈസി ലെവൽ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ബാറ്ററീസ്? എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബാറ്ററീസ്, എക്സാമ്പിൾസ് ഓഫ് പ്രൈമറി സെൽ, എക്സാമ്പിൾസ് ഓഫ് സെക്കൻഡറി സെൽസ് എക്സെട്ര. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത സെക്ഷനിൽ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന കുറച്ച് ബാറ്ററീസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഡ്രൈ സെൽ, മെർക്കുറി സെൽ, ലെഡ് സ്റ്റോറേജ് ബാറ്ററി, ഫ്യൂവൽ സെൽ, നിക്കൽ കാഡ്മിയം സെൽ എക്സെട്ര. ഇതിന്റെ ആനോഡിക് റിയാക്ഷനും കാഥോഡിക് റിയാക്ഷനുമാണ് നമുക്ക് ഇനി അടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്കപ്പോൾ അതിലേക്ക് വരാം. An example of primary cell is dry cell. It is also called Lagrangian cell. ഇതിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആകുന്ന വോൾട്ടേജ് 1.5 ആണ്. ഒരു ലഗ്രാഞ്ചിയൻ സെൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഫെമിലിയർ ആണ്. അപ്പൊ ഇതിനകത്ത് ആനോഡിക് കമ്പാർട്ട്മെന്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് സിങ്ക് കണ്ടെയ്നർ ആണ്. ആനോഡ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് സിങ്ക് കണ്ടെയ്നർ ആണ്. എന്ന് പറഞ്ഞാൽ ഈ ഡ്രൈ സെല്ലിന്റെ ഈ കവറിംഗ് ഉള്ള ഭാഗവും ഈ താഴെയുള്ള ഭാഗവും ഇതാണ് ഒരു സിങ്ക് കണ്ടെയ്നർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ കാഥോഡ് എന്ന് പറഞ്ഞാൽ കാർബൺ ഓർ ഗ്രാഫൈറ്റ് റോഡ് സറൗണ്ടഡ് ബൈ എ മിക്സർ ഓഫ് മാംഗനീസ് ഡയോക്സൈഡ് ആൻഡ് കാർബൺ പൗഡർ. ഓക്കെ, അത് ഈ കണ്ടെയ്നറിന്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ ആ കാഥോഡിന്റെ ടെർമിനൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണപ്പെടും. മൂന്നാമതായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇലക്ട്രോലൈറ്റ് ആണ്. ഇലക്ട്രോലൈറ്റ് മീൻസ് മോയിസ്റ്റ് പേസ്റ്റ് ഓഫ് അമോണിയം ക്ലോറൈഡ് ആൻഡ് സിങ്ക് ക്ലോറൈഡ്. അപ്പൊ ഈ ഒരു പോയിന്റ്സ് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇലക്ട്രോഡ് റിയാക്ഷൻസിലേക്ക് വരാം. ആനോഡിൽ റിയാക്ഷൻ നടക്കുന്നത് ഓക്സിഡേഷൻ ആണെന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ് സിങ്ക് ഓക്സിഡൈസ് ടു Zn2 പോസിറ്റീവ് അയോൺ ആൻഡ് അറ്റ് കാഥോഡ് മാംഗനീസ് ഡയോക്സൈഡ് combines with ammonium chloride, that is ammonium ion, and form MnOOH എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കോമ്പൗണ്ട് അമോണിയ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. ഇങ്ങനെ കാഥോഡിൽ ലിബറേറ്റ് ചെയ്യപ്പെടുന്ന അമോണിയ ഗ്യാസ് ആനോഡിൽ ഉണ്ടാകുന്ന Zn2 പോസിറ്റീവ് അയോണുമായിട്ട് കമ്പൈൻ ചെയ്ത് ഒരു കോംപ്ലക്സ് ഉണ്ടാകും. ദാറ്റ് ഈസ് ZnNH3 4 times 2 പോസിറ്റീവ്. ഈ കോംപ്ലക്സ് ഫോർമേഷന്റെ ഭാഗമായിട്ട് നമുക്ക് ആനോഡിക് റിയാക്ഷനും കാഥോഡിക് റിയാക്ഷൻ റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ഡ്രൈ സെൽ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കില്ല. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. Another example of primary cell is mercury cell. ഇതിന്റെ ഒരു വോൾട്ടേജ് 1.35 വോൾട്ട് ആണ്. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ it maintains constant voltage during its life. അതിന്റെ ലൈഫിൽ മുഴുവനും വോൾട്ടേജ് 1.35 മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഇൻ ലോ കറന്റ് ഡിവൈസസ് ലൈക്ക് ഹിയറിംഗ് എയ്ഡ്സ്, വാച്ച്, കാൽക്കുലേറ്റേഴ്സ് എക്സെട്ര. നൗ ഇതിന്റെ ഇലക്ട്രോഡ് റിയാക്ഷൻസിലേക്ക് നമുക്ക് വരാം. ആനോഡ് സിങ്ക് മെർക്കുറി അമാൽഗം, അതായത് Hg എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെർക്കുറി ആണെന്ന് നമുക്കറിയാം. സോ സിങ്ക് മെർക്കുറി അമാൽഗം ആണ് ആനോഡായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്.
കാഥോഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പേസ്റ്റ് ഓഫ് മെർക്കുറിക് ഓക്സൈഡ് ആൻഡ് കാർബൺ. ഓക്കെ, ആൻഡ് ഇലക്ട്രോലൈറ്റ് എ പേസ്റ്റ് ഓഫ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് സിങ്ക് ഓക്സൈഡ്. അത് നമ്മൾ എഴുതി തന്നെ പഠിക്കണം. അതിനുശേഷം നമുക്ക് അതിന്റെ ഇലക്ട്രോഡ് റിയാക്ഷനിലേക്ക് പോകാം. ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ നിങ്ങൾ ഇവിടെ നോക്കിയേ. സിങ്ക് മെർക്കുറി അമാൽഗം ബേസിക് മീഡിയത്തിൽ ഓക്കെ സിങ്ക് ഓക്സൈഡ് ആയിട്ട് മാറുന്നു. അതോടൊപ്പം തന്നെ കാഥോഡിക് കമ്പാർട്ട്മെന്റിൽ മെർക്കുറിക് ഓക്സൈഡ് ആൻഡ് കാർബൺ ആണെന്ന് നമുക്കറിയാം. സോ മെർക്കുറിക് ഓക്സൈഡിന്റെ റിയാക്ഷന്റെ ഭാഗമായിട്ട് അവിടെ മെർക്കുറി ഉണ്ടാവുന്നു. ഓക്കെ, ഇതിന്റെ നെറ്റ് റിയാക്ഷനും കൂടി നമ്മുടെ NCERT ബുക്കിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് പഠിച്ചേ പറ്റൂ. ദാറ്റ് ഈസ് സിങ്ക് മെർക്കുറി അമാൽഗം പ്ലസ് HgO gives ZnO plus Hg. കാരണം നമുക്കറിയാം ഇവിടെ 2OH മൈനസ് ഉണ്ട്, ഇവിടെയും 2OH മൈനസ് ഉണ്ട്. H2 ഇവിടെയുണ്ട്, 2 ഇലക്ട്രോൺ ഇവിടെയുണ്ട്. H2 ഇവിടെയുണ്ട്, 2 ഇലക്ട്രോൺ ഇവിടെയുണ്ട്. അത് ക്യാൻസൽ ചെയ്ത് പോകും. അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ് റിയാക്ഷനിൽ വരുന്നത് അല്ലെങ്കിൽ ഓവറോൾ റിയാക്ഷനിൽ വരുന്നത് സിങ്ക് മെർക്കുറി അമാൽഗം പ്ലസ് മെർക്കുറിക് ഓക്സൈഡ് ഗീവ്സ് സിങ്ക് ഓക്സൈഡ് ആൻഡ് മെർക്കുറി. ഓക്കെ, അപ്പൊ ഇത്രയാണ് മെർക്കുറി സെല്ലുമായിട്ട് നമ്മുടെ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ലോ കറന്റ് ഡിവൈസസ് ആയിട്ടുള്ള ഹിയറിംഗ് എയ്ഡ്സ്, കാൽക്കുലേറ്റർ, വാച്ച് പോലുള്ള ഇൻസ്ട്രുമെന്റ്സിലാണ് മെർക്കുറി സെൽ ഉപയോഗിക്കുന്നത്. മറ്റൊരു വാല്യൂ പോയിന്റ്, ഇതിന്റെ വോൾട്ടേജ് 1.35 ആണ്. പക്ഷെ ആ ഒരു സെല്ല് വർക്ക് ചെയ്യുന്നിടത്തോളം കാലം അതിന്റെ വോൾട്ടേജ് 1.35 ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. അതോടൊപ്പം തന്നെ നമ്മൾ ഇലക്ട്രോഡ് റിയാക്ഷൻസ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, നെക്സ്റ്റ് ലെഡ് സ്റ്റോറേജ് ബാറ്ററി. ലെഡ് സ്റ്റോറേജ് ബാറ്ററി സെക്കൻഡറി സെല്ലിന് എക്സാമ്പിൾ ആണ്. ദാറ്റ് മീൻസ് വീണ്ടും വീണ്ടും നമുക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് നമുക്ക് അതിനെ റീചാർജ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ള സെല്ലുകളെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി സെൽ. അതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ലെഡ് സ്റ്റോറേജ് ബാറ്ററി അല്ലെങ്കിൽ ലെഡ് സ്റ്റോറേജ് സെൽ. ഓക്കെ, ഇത് സാധാരണ രീതിയിൽ നമ്മളുടെ ഓട്ടോമൊബൈൽസിലും ഇൻവേർട്ടേഴ്സിലും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇനി ഇതിന്റെ ഇലക്ട്രോഡ് റിയാക്ഷൻസിലേക്ക് വരാം. ഓക്കെ, ആനോഡ് ലെഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാഥോഡ് എ ഗ്രിഡ് ഓഫ് ലെഡ് പാക്ഡ് വിത്ത് lead oxide. Okay, and electrolyte 38% sulfuric acid. അതിനുശേഷം നമുക്ക് ആനോഡിലേക്ക് പോകാം. ഓക്കെ, ആനോഡിക് റിയാക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആനോഡിക് റിയാക്ഷൻ നമ്മളോട് പറയുന്നത് lead plus SO4 2- ion gives PbSO4 plus 2 electron, and at cathode PbO2 plus SO4 2- plus 4H plus 2 electron gives PbSO4 plus 2H2. Okay, and overall reaction is lead plus PbO2 plus 2H2SO4 gives 2PbSO4 plus 2H2O. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഡൗട്ട് വരാൻ കുട്ടികൾക്ക്, ഇവിടെ എങ്ങനെയാണ് H2SO4 വന്നതെന്ന് നോക്കി. ഇവിടെ ഒരു SO4 ഉണ്ട്, ഇവിടെയും SO4 ഉണ്ട്, പിന്നെ 4 ഹൈഡ്രജൻ അയോൺ ഉണ്ട് ഇവിടെ. അപ്പൊ 4 ഹൈഡ്രജൻ അയോൺ നമുക്ക് 2H2 എന്ന് എഴുതാം. പിന്നെ SO4 2- അയോൺ 2 ഉണ്ട്. അപ്പൊ അവരുടെ ഒരു കമ്പൈൻ ഫോം 4H പ്ലസും SO4 2- കൂടി കമ്പൈൻ ചെയ്യുന്ന ഒരു അവസ്ഥയിൽ 2H2SO4 എഴുതും. ദെൻ 2PbSO4, ഇവിടെയും ഓരോ PbSO4 ഉണ്ട്. ദെൻ 2H2. നെറ്റ് റിയാക്ഷൻ എഴുതി കഴിയുമ്പോൾ അതോടൊപ്പം തന്നെ നോക്കിയാൽ ഈ 2 ഇലക്ട്രോണുകൾ ക്യാൻസൽ ചെയ്ത് പോവുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിനെ നമ്മൾ സെക്കൻഡറി സെൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു റീചാർജ് ചെയ്യും. റീചാർജ് ചെയ്യുമ്പോൾ അവിടെ നടക്കുന്ന റിയാക്ഷനാണ് ഞാൻ ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നത്. അതായത് ആനോഡിക് റിയാക്ഷന്റെ ഭാഗമായിട്ടും കാഥോഡിക് റിയാക്ഷന്റെ ഭാഗമായിട്ടും അവിടെ ലെഡ് സൾഫേറ്റ് ഉണ്ടാകുന്നുണ്ട്. ഇലക്ട്രിസിറ്റി ഇതിലെ കൂടെ പാസ് ചെയ്യുമ്പോൾ ലെഡ് സൾഫേറ്റ് ലെഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടാകുന്ന ലെഡ് സൾഫേറ്റ് ലെഡ് ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ റീചാർജിന്റെ ഭാഗമായിട്ട് ആനോഡിനെ കാഥോഡിനെ റീജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ അത് വീണ്ടും നമുക്ക് ഉപയോഗിക്കാം. The second example of secondary cell is fuel cell. Fuel cell is a device in which the energy produced by the combustion of fuel directly converted into electrical energy. അതായത് ആ ഫ്യൂവൽ സെല്ലിന്റെ ഉള്ളിൽ ഫ്യൂവല് ബേൺ ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട്
കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. നമുക്കതിൻ്റെ ഡയഗ്രത്തിലേക്ക് വരാം. പ്രധാനമായിട്ട് ഇവിടെ ഒരു 3 കമ്പാർട്ട്മെന്റ്സ് ആണുള്ളത്. ഫസ്റ്റ് കമ്പാർട്ട്മെന്റിൽ കൂടി ഹൈഡ്രജൻ ഗ്യാസ് ആണ് ബബിൾ ചെയ്യുന്നത്. സെക്കൻഡ് കമ്പാർട്ട്മെന്റിൽ കൂടി ഓക്സിജൻ ഗ്യാസ് ബബിൾ ചെയ്യും. ആ സെൻട്രൽ റീജിയനിൽ നമ്മൾ എടുക്കുന്നത് അക്വസ് ഇലക്ട്രോലൈറ്റ് ആണ്. അത് സാധാരണയായിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് എടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ 3 കമ്പാർട്ട്മെന്റുകൾ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് കാർബൺ ഇലക്ട്രോഡ്സ് വെച്ചിട്ടാണ്. ഈ കാർബൺ ഇലക്ട്രോഡ്സ് പോറസ് കാർബൺ ഇലക്ട്രോഡ്സ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പോറസ് കാർബൺ ഇലക്ട്രോഡ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ 3 കമ്പാർട്ട്മെന്റുകളെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ആ ഇലക്ട്രോഡുകൾ ആനോഡും കാഥോഡായിട്ടും ആക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് അതിന്റെ ഇലക്ട്രോഡ് റിയാക്ഷൻസിലേക്ക് വരാം. നോക്കിയ ആനോഡ് പോറസ് കാർബൺ ഇലക്ട്രോഡ് ആൻഡ് ഹൈഡ്രജൻ, അതായത് ഹൈഡ്രജൻ ഗ്യാസ് പാസ് ചെയ്യുന്ന ഭാഗത്തുള്ള പോറസ് ഇലക്ട്രോഡാണ് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇവിടെ ആനോഡ് നെഗറ്റീവ് ടെർമിനലാണ്, നമുക്കറിയാവുന്നതാണത്. ഓക്കെ, കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുമ്പോൾ അത് ഗാൽവാനിക് സെൽ കാറ്റഗറിയിൽ പെടുന്ന സെല്ലാണ്. അതുകൊണ്ട് തന്നെ ആനോഡ് മൈനസ് ചാർജ് ആയിരിക്കും. ഓക്കെ, ഇനി കാഥോഡിക് കമ്പാർട്ട്മെന്റിലേക്ക് പോകുമ്പോൾ അവിടെ ഓക്സിജൻ ഗ്യാസ് ആണ് ഇതിൽ കൂടി പാസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഓക്സിജൻ ഗ്യാസുമായി കോണ്ടാക്റ്റിൽ വരുന്ന പോറസ് കാർബൺ ഇലക്ട്രോഡ്സ് ആണ് അവിടെ കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ ഇലക്ട്രോണായിട്ട് ആക്ട് ചെയ്യുന്നത് അക്വസ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. ഓക്കെ, ഇനി അതിന്റെ ഇലക്ട്രോഡ് റിയാക്ഷൻസിലേക്ക് നമുക്ക് പോകാം. നോക്കിയേ, ഹൈഡ്രജൻ കമ്പൈൻസ് വിത്ത് OH മൈനസ് അയോൺ ആൻഡ് വാട്ടർ. അറ്റ് ദ സെയിം ടൈം കാഥോഡിക് കമ്പാർട്ട്മെന്റിൽ ഓക്സിജനുമായിട്ടാണ് റിയാക്ഷൻ നടക്കുന്നത്. അതിനുശേഷം നെറ്റ് റിയാക്ഷനിലേക്കും വരിക നമുക്ക്. ദാറ്റ് ഈസ് 2H2 plus O2 gives 2H2O. അപ്പൊ എക്സാമിന് സാധാരണ രീതിയിൽ നമ്മളോട് ആനോഡിക് റിയാക്ഷൻ, കാഥോഡിക് റിയാക്ഷൻ, ഓവറോൾ റിയാക്ഷൻ ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് പഠിക്കണം. അപ്പൊ വാല്യൂ പോയിന്റിന്റെ ബേസിൽ വരികയാണെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്താം, ആനോഡ് എന്ന് എഴുതാം. പോറസ് കാർബൺ ഇലക്ട്രോഡ് ഹൈഡ്രജൻ, അവിടെ പ്ലാറ്റിനം അല്ലെങ്കിൽ പലേഡിയം കാറ്റലിസ്റ്റ് അവിടെ ഉപയോഗിക്കുന്നുണ്ട് ടു ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് റിയാക്ഷൻ. കാഥോഡായിട്ട് ഉപയോഗിക്കുന്നത് പോറസ് കാർബൺ ഇലക്ട്രോലൈറ്റ് ഓക്സിജൻ, ഇലക്ട്രോലൈറ്റ് അക്വസ് NaOH. അതിനുശേഷം നമുക്ക് ഈ ഇലക്ട്രോൺ റിയാക്ഷൻ എഴുതാം. അത് കുറച്ച് ബൈഹാർട്ട് ചെയ്യാതെ നിവൃത്തിയില്ല. ആനോഡിക് കമ്പാർട്ട്മെന്റിൽ നടക്കുന്ന റിയാക്ഷൻ, കാഥോഡിക് കമ്പാർട്ട്മെന്റിൽ നടക്കുന്ന റിയാക്ഷൻ. ബട്ട് ഓവറോൾ റിയാക്ഷൻ നമുക്ക് വളരെ ഈസിയാണ്. 2H2 plus O2 gives 2H2O. ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്തിരുന്നത് നമ്മളുടെ അപ്പോളോ സ്പേസ് പ്രോഗ്രാമിലാണ്. ഓക്കെ, അപ്പൊ ഈ റിയാക്ഷന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന പ്രോഡക്ട്സ് ഏതാണ്? വാട്ടറാണ്. ഈ വാട്ടറിനെ കണ്ടൻസ് ചെയ്തിട്ട്, ഓക്കെ, ഈ വാട്ടർ വേപ്പറിനെ കണ്ടൻസ് ചെയ്തതിനു ശേഷം ആസ്ട്രോണറ്റ്സിന് ഇത് ഡ്രിങ്കിങ് പർപ്പസിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാറുണ്ട്. ദാറ്റ് മീൻസ് ഫ്യൂവൽ സെൽ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡറി സെല്ലിന് എക്സാമ്പിൾ ആണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഫ്യൂവല് കമ്പഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന എനർജി ഉപയോഗിച്ചിട്ടാണ് അതിൽ നിന്നും ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫ്യൂവൽ സെല്ലിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൽ കൂടി ഫ്യൂവല് സപ്ലൈ ചെയ്യുന്നിടത്തോളം സമയം നമുക്ക് അത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു പോയിന്റ്, അത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സെല്ലാണ്. മൂന്നാമതായിട്ട് നമ്മുടെ ബുക്കിൽ പറയുന്നത് അത് പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ളൊരു സെല്ല് കൂടിയാണ്. കാരണം അവിടുത്തെ റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനുമാണ്. അവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് വാട്ടറാണ്. സോ ഇതെല്ലാനും പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയലുകളാണ്. അടുത്തതായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് നിക്കൽ കാഡ്മിയം സെല്ലാണ്. NCERT ടെക്സ്റ്റ് ബുക്കിൽ ആനോഡ്, കാഥോഡ്, ഇലക്ട്രോലൈറ്റ് പോലുള്ള കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല. അവിടെ ആകെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഓവറോൾ റിയാക്ഷൻസ് മാത്രമാണ്. ഓക്കെ, അത് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. കാഡ്മിയം പ്ലസ് NiOH thrice gives cadmium oxide plus 2NiOH twice plus H2O. ഓക്കെ, ലെഡ് സ്റ്റോറേജ് സെല്ലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ എഫിഷ്യൻ്റ് ആണ്. പക്ഷെ അതിന്റെ എക്സ്പെൻസ് വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് റീചാർജബിൾ ആയിട്ടുള്ള ഇലക്ട്രിക് ലാമ്പുകളിലാണ്. നെക്സ്റ്റ് ടോപ്പിക്, corrosion. Chemical decay of metals by the action of atmospheric gases and moisture is called corrosion. ഓക്കെ, അതായത്
അറ്റ്മോസ്ഫിയറിലെ മോയ്സ്ചർ മറ്റുള്ള ഗ്യാസുകളുടെയൊക്കെ അറ്റാക്ക് മൂലം മെറ്റീരിയലുകൾക്കുണ്ടാകുന്ന ഡീക്കേക്ക് വിളിക്കുന്ന പേരാണ് കൊറോഷൻ. ഈ കൊറോഷൻ ശരിക്കും ഒരു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷന് എക്സാമ്പിളാണ്. ഓക്കെ, ആൻഡ് ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റസ്റ്റിംഗ് ഓഫ് അയൺ, ടാർണിഷിംഗ് ഓഫ് സിൽവർ, സിൽവറുകളുടെയൊക്കെ നിറം വാങ്ങുന്നത്, ആൻഡ് ഓൾസോ ഡെവലപ്മെന്റ് ഓഫ് ഗ്രീൻ കോട്ടിംഗ് ഓൺ കോപ്പർ ആൻഡ് ബ്രോൺസ് എക്സെട്ര. നമ്മൾ മലയാളത്തിൽ കോപ്പറും ബ്രോൺസ് ഒക്കെ ക്ലാവ് പിടിച്ചെന്ന് പറയാറുണ്ട്, പച്ച കളറിലൊരു കോട്ടിങ് കാണാം. ഓക്കെ, ഇതെല്ലാമാണ് കൊറോഷന്റെ സാധാരണയായിട്ടുള്ള എക്സാമ്പിൾസ്. നമുക്കിനി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ സെക്ഷനിൽ പഠിക്കാനുള്ളത് റസ്റ്റിംഗ് ഓഫ് അയൺ ആണ്. നമുക്കപ്പോൾ റസ്റ്റിംഗ് ഓഫ് അയൺ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ഇലക്ട്രോകെമിക്കൽ സെൽ ഓൺ ഇറ്റ് സർഫസ്. അതായത് അയണിന്റെ സർഫസിൽ ധാരാളം ചെറിയ ചെറിയ ഇലക്ട്രോകെമിക്കൽ സെല്ലുകൾ ഫോം ചെയ്യും. ഈ സെല്ലുകളുടെ ഫോർമേഷനാണ് അയണിനെ കൊറോഷന് വിധേയമാക്കി മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോകെമിക്കൽ സെൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ ആനോഡ് വേണം, കാത്തോഡ് വേണം, ഇലക്ട്രോലൈറ്റ് വേണം. ആനോഡ് സ്പോട്ട് ഓഫ് പ്യുവർ അയൺ, കാത്തോഡ് സ്പോട്ട് ഓഫ് ഇംപ്യുവർ അയൺ, ആൻഡ് ഇലക്ട്രോലൈറ്റ് മോയ്സ്ചർ ആൻഡ് ഡിസോൾവ്ഡ് ഗ്യാസ് in it like oxygen and carbon dioxide. ഇവിടെ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ നമ്മൾ പറഞ്ഞു, ആനോഡിൽ എന്താണ് എ സ്പോട്ട് ഓഫ് പ്യുവർ അയൺ ആണ്. ഓക്കെ, അപ്പൊ ഈ അയൺ ആറ്റം ഓക്സിഡൈസ് ചെയ്തിട്ട് അയൺ 2+ ആയിട്ട് മാറും. അതേസമയം കാഥോഡിക് കമ്പാർട്ട്മെന്റിൽ നടക്കുന്ന റിയാക്ഷൻ എങ്ങനെയാണ്? ഇനി ആനോഡിൽ ഉണ്ടാകുന്ന Fe2+ അയോൺ അറ്റ്മോസ്ഫിയറിക് ഓക്സിജനുമായിട്ട് മോയ്സ്ചറിന്റെ പ്രസൻസിൽ വീണ്ടും ഓക്സിഡൈസ് ചെയ്യും. അങ്ങനെ ഓക്സിഡൈസ് ചെയ്ത് ഹൈഡ്രേറ്റഡ് അയൺ 3+ ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേരാണ് റസ്റ്റ്. ദാറ്റ് ഈസ് ഒരു റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഇലക്ട്രോ കെമിക്കൽ സെൽ ഫോം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ ആനോഡും കാത്തോഡും ഇലക്ട്രോലൈറ്റും വേണം. ആനോഡിക് കമ്പാർട്ട്മെന്റ് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത് പ്യുവർ അയൺ ആറ്റമാണ്. ഈ അയൺ ആറ്റവുമായിട്ട് കോണ്ടാക്റ്റിലിരിക്കുന്ന മറ്റൊരു അയൺ ആറ്റം പക്ഷെ ഇംപ്യൂർ ഫോം ആയിരിക്കണം. ഓക്കെ, അതാണ് അവിടെ കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്ന മോയ്സ്ചർ ആൻഡ് ഡിസോൾവ് ഗ്യാസിന് ആക്ട് ആസ് ഇലക്ട്രോലൈറ്റ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ആനോഡിക് റിയാക്ഷൻ എഴുതും, കാഥോഡിക് റിയാക്ഷൻ എഴുതും, ഓവറോൾ റിയാക്ഷൻ എഴുതും. അപ്പൊ ഇവിടെ ഓവറോൾ റിയാക്ഷനിൽ Fe2+ അയോൺ ഉണ്ട് അല്ലെ? ഈ Fe2+ അയോൺ ഓക്സിജനുമായിട്ട് വീണ്ടും ഓക്സിഡൈസ് ചെയ്യും മോയ്സ്ചറിന്റെ പ്രസൻസിൽ. അങ്ങനെ അത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും? ഹൈഡ്രേറ്റഡ് അയൺ 3+ ഓക്സൈഡ് ആയിട്ട് മാറും. ഈ ഹൈഡ്രേറ്റഡ് അയൺ 3+ ഓക്സൈഡിനെയാണ് റസ്റ്റ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക്, ഡിഫറെന്റ് മെത്തേഡ്സ് ടു പ്രിവെന്റ് കൊറോഷൻ. നമുക്കിവിടെ നോക്കാം. ഫസ്റ്റ് പോയിന്റ്, കോട്ടിംഗ് പെയിന്റ്സ്, oil etc. on the surface of metals. Second point, coating chemicals like bisphenol. Bisphenol പോലെയുള്ള കെമിക്കൽ കോട്ട് ചെയ്ത് നമുക്ക് കൊറോഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. മൂന്നാമത്തെ പോയിന്റ്, കോട്ടിംഗ് മെറ്റൽസ് ലൈക്ക് സിങ്ക്, ടിൻ etc. on the surface of iron. Finally, sacrificial protection, that is coating magnesium, zinc etc. on the surface of iron. അതായത് അയണിന്റെ മീതെ മെഗ്നീഷ്യം പോലുള്ള മെറ്റലുകൾ കോട്ട് ചെയ്യുമ്പോൾ മെഗ്നീഷ്യം ഈസ് മോർ ഇലക്ട്രോപോസിറ്റീവ് ദാൻ അയൺ. അപ്പോൾ മെഗ്നീഷ്യം കൊറോഡ് ചെയ്യപ്പെടും, അതേസമയം അയണിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് മെഗ്നീഷ്യം അവിടെ സാക്രിഫൈസ് ചെയ്തു എന്തിനു വേണ്ടിയിട്ട്? അയണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ എന്ന് വിളിച്ചിരിക്കുന്നത്. ഇതൊരു ഇലക്ട്രോ കെമിക്കൽ മെത്തേഡിന് എക്സാമ്പിളും കൂടിയാണ്. ഓക്കെ, അടുത്ത ദിവസം എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള കുറച്ച് പ്രോബ്ലംസുമായിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.